ഗോട്ട് സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഏതായാലും തകർന്നടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിനിമയ്ക്കൊരു ആവറേജ് റിപ്പോർട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബുക്കിംഗ് സൈറ്റുകൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം ഗോട്ട് സിനിമ വിജയ് ഫാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ നോക്കാറുണ്ട്. ഇപ്പൊ റീസെന്റ് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് സിനിമ ഇറങ്ങിയിട്ട് 4 ദിവസം മാത്രമാണ് ആയിട്ടുള്ളത്. ഒരുപാട് തിയേറ്ററുകളിൽ നിന്ന് സിനിമ റിമൂവ് ചെയ്തിട്ടുണ്ട്, സ്ക്രീൻ കൗണ്ട് കുറച്ചിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ഉച്ചക്ക് 12 മണിക്ക്, അതായത് തിങ്കളാഴ്ച ഉച്ചക്ക് 12 മണിക്ക് ഞാൻ ബുക്ക് മൈ ഷോ എടുത്ത് കൊച്ചി എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു ഷോ പോലും ഗ്രീനിൽ നിന്ന് മാറിയിട്ടില്ല. ഒരുപാട് ഷോ വെട്ടി കുറച്ചിട്ടുണ്ട്. അതായത് കേരളത്തിൽ വിജയുടെ ഈ ഒരു സിനിമ കാണാൻ ആളില്ല. എല്ലാവരും പറയാറുണ്ട് വിജയ് സിനിമ ആവറേജ് റിപ്പോർട്ട് ആണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാവാറുണ്ട്. ശരിയാണ്, തമിഴ്നാട്ടിൽ നിന്നും അത് നേടാറുണ്ട്. പക്ഷെ കേരളത്തിന്റെ അവസ്ഥ മറ്റുള്ള നടന്മാരെ പോലെ തന്നെയാണ്. സിനിമയ്ക്ക് ഒരു മോശം അഭിപ്രായമാണെങ്കിൽ അല്ലെങ്കിൽ ആവറേജ് അഭിപ്രായമാണെങ്കിൽ ഇപ്പൊ ആരും തിയേറ്ററിൽ പോയിട്ട് കാണുന്നില്ല. അതാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. വളരെ ഷോക്കിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമുണ്ട്. സിനിമ സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിലും റൺ ചെയ്യുന്നുണ്ട്, റഷാണ്, അതാണ്. പക്ഷെ നമുക്കത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇനി ഇതല്ലാതെ ബുക്ക് മൈ ഷോ, പേടിഎം പോലെയുള്ള സൈറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ബുക്കിംഗ് ഉണ്ടോ എന്ന് അറിയില്ല. ജനറൽ ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പേടിഎമ്മിൽ എടുത്ത് നമ്മളെ നിയർ ആയിട്ടുള്ള മുക്കം എടുക്കുകയാണ്. മുക്കത്തുള്ള ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എടുക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പൊ ആകെ PC-യിൽ മാത്രമാണ് ഷോ കളിക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ റോസിൽ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ 4 ദിവസം, അതായത് 3 ദിവസം കൊണ്ട് തന്നെ ഷോ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം സിനിമ കാണാൻ ആളില്ല. ഇപ്പൊ PC-യിലേക്ക് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഉച്ചക്കുള്ള 2:30 ഷോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആകെ ഈ 2 റോല് ഓൾറെഡി അവര് സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒഴിച്ചിടുന്നതാണ്. ആകെ 10 ടിക്കറ്റ് മാത്രമാണ് ബുക്കിങ്ങിലൂടെ പോയിട്ടുള്ളത്. 6 മണിക്കുള്ള ഷോക്ക് 3 ടിക്കറ്റ് മാത്രമാണ് പോയിട്ടുള്ളത്. 9:30 ഷോക്ക് 4 ടിക്കറ്റ് മാത്രമാണ് പോയിട്ടുള്ളത്. ഇനി അടുത്ത ദിവസം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 4 ഷോ ആണുള്ളത്. അതായത് ഒരു ടിക്കറ്റ് പോലും ബുക്കിംഗ് നടന്നിട്ടില്ല. അത്രക്കും ശോകമാണ്. എന്താണ് സംഭവം എന്ന് അറിയില്ല. ഏതായാലും സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കൊരു ആവറേജ് ഫീലാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.